ബ്രേക്കിംഗ് ബാഡിൻ്റെയും ബെറ്റർ കോൾ സോളിൻ്റെയും ഒക്കെ ക്രിയേറ്ററായ വിൻസ് ഗില്ലിഗൻ്റെ പുതിയ സൈഫൈ സീരീസാണ് പ്ലൂറിബസ്. ബ്രേക്കിംഗ് ബാഡും ബെറ്റർ കോൾ സോളും എൽ കമിനോയ്ക്കും ശേഷം വിൻസ് ഗില്ലിഗൻ ക്രിയേറ്ററും റൈറ്ററും ഡയറക്ടറും കൂടായി വരുന്ന ഒരു സീരീസാണിത്. ആസ്ട്രോണോമേഴ്സിന് സ്പേസിൽ നിന്നൊരു സീക്വൻസ്ഡ് റേഡിയോ സിഗ്നൽ കിട്ടുന്നു. അങ്ങനെ അത് അവർ ഡീകോഡ് ചെയ്യുമ്പോൾ ഇതൊരു RNAയുടെ സീക്വൻസ് ആണെന്ന് മനസ്സിലാകും. ഇത് പരീക്ഷിക്കാൻ സയൻറ്റിസ്റ്റുകൾ ഈ സീക്വൻസ് ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ തന്നെ ഇത് കണ്ടാമിനേറ്റഡ് ആയി ആൾക്കാരെ എല്ലാം ബാധിക്കും. ബട്ട് ഈ വൈറസ് കണ്ടാമിനേറ്റഡ് ആയ ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയില്ല. അത് നിങ്ങൾ കണ്ടു തന്നെ നോക്കണം. കാരണം ഒരു യൂഷ്വൽ സോംബി കഥയോ അല്ലെങ്കിൽ വൈറസ് ഔട്ട്ബ്രേക്ക് കാരണം കൊണ്ടുണ്ടാവുന്ന ഡെഡ്ലി പാൻഡമിക്കിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇങ്ങനത്തെ ജോണർ ഓഫ് സ്റ്റോറിക്ക് യൂഷ്വൽ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ച പോലാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അഫ്കോഴ്സ് ഈ വൈറസ് അഫക്റ്റ് ചെയ്യാൻ ഒരു റൊമാൻസ് നോവൽ ഓതറാണ് നമ്മുടെ പ്രോട്ടഗണിസ്റ്റ്. ആൻഡ് യൂഷ്വൽ വൈറസ് ഔട്ട്ബ്രേക്ക് മൂവീസിലെ പോലെ അപ്പുറത്തെ ഇപ്പുറത്തെ ജംഗ്ഷനിലൊന്നും നമ്മുടെ നായികയെ പോലെ സർവൈവേഴ്സ് ഇല്ല. അപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ ലോകം പഴയ പോലെ എങ്ങനെ ആക്കും അഥവാ ആക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് കഥ കാണിക്കുന്നത്. എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ടാണ് തോന്നിയത്. നിലവിൽ ഇപ്പോൾ 2 എപ്പിസോഡുകൾ മാത്രമാണ് ആപ്പിൾ TVയിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ളത്. എല്ലാ ഫ്രൈഡേസിലും ആയിരിക്കും ബാക്കിയുള്ള എപ്പിസോഡുകളുടെ റിലീസ്. മൊത്തത്തിൽ ഈ സീസണിൽ 9 എപ്പിസോഡുകൾ കാണുമെന്ന് തോന്നുന്നു. സോ ഡു വാച്ച് ഇറ്റ്.